ഡെൽറ്റ ഇ ട്യൂട്ടർ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. In this video, we are going to discussing about plus 1 biology third chapter, Plant Kingdom, first part. Plant Kingdom. Plant Kingdom includes all the photosynthetic producers of biosphere. They are also called autotrophs. ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ വഴി സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിഭാഗമാണ് പ്ലാന്റ് കിങ്ഡം. They are multicellular eukaryotes. They have cellulosic cell wall. സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ച സെൽ വാൾ ഇവയുടെ പ്രത്യേകതയാണ്. Chlorophyll is the pigment which present in chloroplast that helps to absorb sunlight for photosynthesis and also which give green color to plants. ക്ലോറോപ്ലാസ്റ്റ് എന്ന സെൽ ഓർഗനിൽ ക്ലോറോഫിൽ എന്ന പിഗ്മെൻറ്റ് കാണപ്പെടുന്നു. ഇത് ഫോട്ടോസിന്തസിസിന് വേണ്ടി സൺലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. കൂടെ പ്ലാന്റ്സിന് ഗ്രീൻ കളർ നൽകുന്നതും ക്ലോറോഫില്ലാണ്. പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ് അസെക്ഷുവലി ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഓർ ബൈ സെക്ഷുവലി. They are immobile, that means they have no locomotion. It includes 5 subgroups: algae, bryophytes, pteridophytes, gymnosperms and angiosperms. System of classification. Classification is the arrangement of anything to groups based on similarities or differences. സാമ്യ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ വസ്തുക്കൾ ഗ്രൂപ്പായി തിരിക്കുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. Then taxonomy. Taxonomy is the scientific study of naming, defining and classifying groups of biological organisms based on shared characteristics. സാമ്യതകളുടെ അടിസ്ഥാനത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിച്ച് പേര് നൽകുന്നതിനെ സംബന്ധിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ഇവിടെ പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന സസ്യങ്ങളെ പല പ്രത്യേകതകളെ അടിസ്ഥാനമാക്കി വിവിധ രീതികളിൽ പല കാലഘട്ടങ്ങളിലായി പല ബയോളജിസ്റ്റുകളും തരം തിരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വർഗീകരണ രീതികളാണ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് പ്രധാനപ്പെട്ട 3 വർഗീകരണ രീതികൾ അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് വൺ, നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ആൻഡ് ദെൻ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. First one, artificial system of classification. It is the earliest system of classification. For example, artificial system of classification given by Carl Linnaeus. It is based on one or a few superficial characters and vegetative characters. സസ്യങ്ങളുടെ സൂപ്പർഫിഷ്യൽ ഓർ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിൻ്റെയും വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിൻ്റെയും അടിസ്ഥാനത്തിൽ വർഗീകരിക്കുന്ന രീതിയാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. സൂപ്പർഫിഷ്യൽ ക്യാരക്ടേഴ്സ് മീൻസ് മോർഫോളജിക്കൽ ഓർ എക്സ്റ്റേണൽ വിസിബിൾ ക്യാരക്ടേഴ്സ് ലൈക്ക് ഹാബിറ്റ്, കളർ, നമ്പർ ഓർ ഷേപ്പ് ഓഫ് ലീഫ് എറ്റ്സെട്ര. ബാഹ്യമായി കാണാൻ കഴിയുന്ന പ്രത്യേകതകളാണ് സൂപ്പർഫിഷ്യൽ ക്യാരക്ടേഴ്സ്. ഉദാഹരണത്തിന് ഹാബിറ്റ്, ഒരു പക്ഷേ ആ ചെടി ഹെർബാവാം, ഷ്രബാവാം ഓർ ട്രീ ഓർ ക്ലൈംബേഴ്സ്, ഇതൊക്കെയാവാം. ദെൻ കളർ, നമ്പർ, ഷേപ്പ് ഓഫ് ലീഫ്, ഇതൊക്കെയാണ് സൂപ്പർഫിഷ്യൽ ക്യാരക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. സസ്യങ്ങളിൽ 2 തരം ഭാഗങ്ങളാണുള്ളത്: വെജിറ്റേറ്റീവ് പാർട്ട് ആൻഡ് റീപ്രൊഡക്റ്റീവ് പാർട്ട്. Flower is the reproductive part and all other parts are called vegetative part. മലയാളത്തിൽ കായിക ഭാഗം എന്ന് പറയും. ഫോർ എക്സാമ്പിൾ സ്റ്റെം, റൂട്ട്, ലീഫ് എറ്റ്സെട്ര. ഈ ഭാഗങ്ങളുടെ പ്രത്യേകതകളും ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഉപയോഗപ്പെടുത്തുന്നു. Drawbacks of artificial system of classification.
This system separated closely related species due to considering less number of characters. വളരെ കുറഞ്ഞ പ്രത്യേകതകളെ മാത്രം പരിഗണിച്ചുള്ള ഈ വർഗീകരണത്തിൽ വളരെ അടുത്ത വിഭാഗം സസ്യങ്ങളെപ്പോലും വ്യത്യസ്ത ഗ്രൂപ്പുകളിലാണ് ഉൾപ്പെടുത്തിയത്. This system gave equal weightage to vegetative and sexual characteristics. This is not acceptable since we know that vegetative characters are more easily affected by environment. സെക്ഷുവൽ ക്യാരക്ടേഴ്സിനും വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനും ഒരേ വെയിറ്റേജ് നൽകുന്നത് വർഗീകരണത്തിൽ പല അബദ്ധങ്ങളും കടന്നുവരാൻ കാരണമാവും. വെജിറ്റേറ്റീവ് ഭാഗങ്ങൾക്ക് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ ചേഞ്ച് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനുള്ള കാരണം. ഉദാഹരണത്തിന് സൂര്യപ്രകാശം കൂടിയ സ്ഥലത്തും കുറഞ്ഞ സ്ഥലത്തും വളരുന്ന വളരെ അടുത്ത വിഭാഗത്തിൽ വരുന്ന ചെടികൾ വളർച്ചയിൽ വ്യത്യാസം കാണിക്കുന്നു. അതുപോലെ മണ്ണിൽ ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടിയ സ്ഥലത്തും കുറഞ്ഞ സ്ഥലത്തും വളരുന്ന ചെടികൾക്കും വളർച്ചയിൽ വ്യത്യാസം കാണാം. ഇപ്രകാരത്തിൽ ചെടികളുടെ കളറിന് പോലും എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ, നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. In this system of classification, not only the external features but internal features are also taken into consideration. ജീവികളുടെ ബാഹ്യ പ്രത്യേകതകളോടൊപ്പം ആന്തരിക പ്രത്യേകതകളും പരിഗണിച്ചുള്ള വർഗീകരണമാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇതിൽ അൾട്രാസ്ട്രക്ചർ, അനാട്ടമി, എംബ്രിയോളജി, അതുപോലെ ഫൈറ്റോകെമിസ്ട്രി എന്നിവയെല്ലാം പരിഗണിക്കപ്പെടുന്നു. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉദാഹരണം ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഗിവൺ ബൈ ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൾട്ടൺ ഹുക്കർ. തേർഡ് വൺ, ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. Organisms are classified on the basis of evolutionary sequence and genetic relationship among the organism. ജീവികളെ പരിണാമത്തിൻ്റെയും ജനിതക ബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന രീതിയാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ എംഗ്ലർ ആൻഡ് പ്രാൻഡിൽസ് ക്ലാസിഫിക്കേഷൻ. ഇനി ടാക്സോണമിയുമായി ബന്ധപ്പെട്ട 3 ടേമുകൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി, കീമോ ടാക്സോണമി. ഫസ്റ്റ് വൺ, ന്യൂമറിക്കൽ ടാക്സോണമി. Taxonomy based on statistical method is called numerical taxonomy. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുന്നതിനെയാണ് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് യൂട്ടിലൈസസ് കാൽക്കുലേറ്റിംഗ് മെഷീൻസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഫോർ ദ ഇവാലുവേഷൻ ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ്. വ്യത്യസ്ത സ്പീഷീസിൽ വരുന്ന ഓർഗാനിസങ്ങളെ അവയുടെ സാമ്യ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതിന് ന്യൂമറിക്കൽ ടാക്സോണമിയിൽ കാൽക്കുലേറ്റിംഗ് മെഷീൻസും അതുപോലെ കമ്പ്യൂട്ടറുകളും ഉപയോഗപ്പെടുത്തുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്പേഴ്സ് ആൻഡ് കോഡ്സ് ആർ അസൈൻഡ് ടു ഓൾ ക്യാരക്ടേഴ്സ് ആൻഡ് ഡാറ്റ ആർ ദെൻ പ്രോസസ്ഡ്. ആദ്യം എല്ലാ പ്രത്യേകതകൾക്കും പ്രത്യേകം നമ്പറുകളും കോഡുകളും നൽകി പിന്നെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ആ ഡാറ്റയെ അനലൈസ് ചെയ്ത് ജീവികളെ വർഗീകരിക്കുന്നു. Second one, cytotaxonomy. Taxonomy of organisms by the use of their cytological characters is called cytotaxonomy. സൈറ്റോളജിക്കൽ ഫീച്ചേഴ്സായ ക്രോമസോമിൻ്റെ നമ്പർ, സ്ട്രക്ചർ, ബിഹേവിയർ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി വർഗീകരിക്കുന്നതിനെയാണ് സൈറ്റോടാക്സോണമി എന്ന് പറയുന്നത്. സൈറ്റോ എന്ന വാക്ക് സെല്ലിനെ സൂചിപ്പിക്കുന്നു. Then next one, chemotaxonomy. It is uses the chemical constituents of the plants in classification. The sequencing of DNA and the chemical nature of proteins are commonly used to study similarities of species. സസ്യങ്ങളിൽ കാണുന്ന രാസവസ്തുക്കളുടെ സാമ്യതകളുടെയും പ്രത്യേകതകളുടെയും അടിസ്ഥാനത്തിൽ വർഗീകരിക്കുന്ന രീതിക്കാണ് കീമോടാക്സോണമി എന്ന് പറയുന്നത്. DNA-യുടെ സീക്വൻസ്, പ്രോട്ടീനുകളുടെ പ്രത്യേകതകൾ എന്നിവ സ്പീഷീസുകൾ തമ്മിലുള്ള സാമ്യതകൾ പഠിക്കാൻ ഉപയോഗപ്പെടുത്തുന്നു. ഫോർ എക്സാമ്പിൾ, ചേനയിലെല്ലാം ചൊറിച്ചിലിന് കാരണമാവുന്ന രാസവസ്തുവാണ് കാൽഷ്യം ഓക്സാലേറ്റ് ക്രിസ്റ്റൽ. ഇത് 35ഓളം പ്ലാന്റ് ഫാമിലിയിൽ കാണപ്പെടുന്നു. ഇത്തരത്തിൽ പ്രോട്ടീനുകളുടെ പ്രത്യേകതകളും സാന്നിധ്യവും അതോടൊപ്പം DNA സീക്വൻസും ഉപയോഗിച്ച് സ്പീഷീസുകളുടെ സിമിലാരിറ്റീസ് കണ്ടെത്തി വർഗീകരിക്കുന്ന രീതിയാണ് കീമോടാക്സോണമി. നെക്സ്റ്റ്, we have to discuss about the classification of plant kingdom.
Kingdom plant divided into two subkingdoms, subkingdom Cryptogame and subkingdom Phanerogame. Cryptogame എന്ന സബ് കിങ്ഡത്തിൽ നോൺ ഫ്ലവറിംഗ് ആൻഡ് നോൺ സീഡ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റ്സ് ആണ് ഉൾക്കൊള്ളുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ഫെനറോഗാമെ it includes all the flowering and seed producing plants. Cryptogame include three divisions. They are algae, bryophytes and pteridophytes. Phanerogame divided into two divisions, gymnosperms and angiosperms. Algae, commonly called as Thallophyta, ഇവയുടെ പ്ലാന്റ് ബോഡി റൂട്ട്, സ്റ്റെം, ലീഫ് എന്നിങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അവയുടെ പ്ലാന്റ് ബോഡിയെ പറയുന്ന പേരാണ് താലസ്. ബ്രയോഫൈറ്റ്സ് സ്റ്റെമ്മും ലീഫും കാണാൻ കഴിയും, പക്ഷേ വാസ്കുലാർ സിസ്റ്റം, ദാറ്റ് മീൻസ് സൈലം ആൻഡ് ഫ്ലോയം ആബ്സെൻറ്റ്. ടെറിഡോഫൈറ്റ്സിൽ ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റെം, റൂട്ട്, ലീഫ് എല്ലാം കാണാൻ കഴിയും. സൈലം ആൻഡ് ഫ്ലോയം ആർ ഓൾസോ പ്രസൻറ്റ്, ബട്ട് നോ ഫ്ലവർ ആൻഡ് സീഡ് പ്രൊഡ്യൂസ്ഡ്. ഇനി ജിംനോസ്പേമിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന തരത്തിലുള്ള നേക്കഡ് ആയിട്ടുള്ള സീഡ്സാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ആൻജിയോസ്പേമിൽ സീഡ് പ്രസൻറ്റ് വിത്തിൻ ഫ്രൂട്ട്സിനുള്ളിലായിട്ടാണ് നാം സീഡുകൾ കാണുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്ലാന്റ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ആമുഖമാണ്. ആൽഗെ, ബ്രയോഫൈറ്റ്സ് എന്നിവയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം.